ഞാൻ ഓയിലി സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ CTM ചെയ്യാറില്ല. ഡയറക്റ്റ് പ്രൈമർ അങ്ങനെയുള്ള രീതിക്കാണ് പോകുന്നത്. ഇപ്പോൾ ചിഞ്ചുവിൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നാണെങ്കിൽ പോലും ഞാൻ ബേസിൽ പോകുന്നത് ഒത്തിരി ഓയിലി ടൈപ്പ് സാധനങ്ങൾ പോകത്തില്ല. ഞാനൊരു പ്രൈമർ ഇട്ടതിന് ശേഷമാണ് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. സാധാരണ കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് ഇപ്രാവശ്യം ഭയങ്കര ചൂട് കൂടുതലായിരുന്നു, ഭയങ്കര വിയർപ്പ് കൂടുതലായിരുന്നു. പക്ഷേ എനിക്ക് ഈ സീസൺ പ്രശ്നം ഉണ്ടായിരുന്നില്ല. സ്വെറ്റ് ലോക്ക് അത്രയ്ക്ക് അങ്ങ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ സ്വെറ്റ് ലോക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് മാജിക് ഡ്രോപ്സ് യൂസ് ചെയ്യുന്നത്. ഷാർലറ്റ്, അതുപോലെ അർബൻഡൊക്കെ, എസ്റ്റീ ലോഡർ, ഈ മൂന്നിലും ഇത് മാജിക് ഡ്രോപ്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ക്രീമി ടെക്സ്ചറിലോട്ട് മാറും. ഇവിടുത്തെ ടോണും ഇവിടുത്തെ ടോണും നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ടോൺ എടുക്കത്തുള്ളൂ. നമ്മളുണ്ടല്ലോ എന്ത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴും ഒത്തിരി പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യരുത്. നമ്മൾ ചിലപ്പോൾ മാജിക് ഡ്രോപ്സ് നമുക്ക് നല്ല സ്വെറ്റ് ലോക്കാണ്, എന്നാൽ ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കാന്ന് വിചാരിക്കുമല്ലോ. പക്ഷേ അത് നമുക്ക് ഓപ്പോസിറ്റ് റിസൾട്ട് തരും. ഡെർമയൊക്കെ ഇങ്ങനെ കുത്തിട്ട് പോയിട്ട് ബ്ലെൻഡ് ചെയ്ത് ലാസ്റ്റ് ഇട്ട സ്ഥലമാകുമ്പോഴേക്കും അവിടെ ഡ്രൈ ആയിട്ടുണ്ടാവും. PSCയുടെ ബ്രഷും അതുപോലെ ഡിയാർട്ടിൻ്റെ ബ്രഷും അടിപൊളി ബ്രഷാണ്. ഡിയാർട്ടിൻ്റെ ബ്രഷുമാണ് ഞാൻ യൂസ് ചെയ്യണേ. രണ്ടും ഞാനിപ്പോൾ എത്ര വട്ടം വാഷ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷെ ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്മൈലൻസ് ഒരിക്കലും നമുക്ക് ഫുള്ളായിട്ട് കളയാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു ടിപ്പ് എനിക്ക് പറഞ്ഞു തന്നത് മീര മാമാണ് കേട്ടോ. ഓപ്പൺ ആയിട്ട് ചിരിച്ചോ? ഇല്ല, അനുസരിച്ചേ.